ഗുഡ് ഈവനിങ്. പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്കാണ് ക്ലാസിക്കൽ എക്കണോമിക്സ്. The term classical economics was invented by Karl Marx to refer to the economic theories of David Ricardo and his predecessors, including Adam Smith. ക്ലാസിക്കൽ എക്കണോമിക്സ് എന്ന പദം ആവിഷ്കരിച്ചത് കാൾ മാർക്സ് ആണ്. ആഡം സ്മിത്ത്, ഡേവിഡ് റിക്കാർഡോ തുടങ്ങിയ ഇക്കോണമിസ്റ്റുകളുടെ എക്കണോമിക് തിയറീസിനെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് കാൾ മാർക്സ് ക്ലാസിക്കൽ എക്കണോമിക്സ് എന്ന പദം ഉപയോഗിച്ചത്. ഇനി എന്താണ് ക്ലാസിക്കൽ എക്കണോമിക്സ്? ക്ലാസിക്കൽ എക്കണോമിക്സ് റെഫേഴ്സ് ടു ദി ഓർത്തഡോക്സ് പ്രിൻസിപ്പിൾസ് ഓഫ് എക്കണോമിക്സ്. എക്കണോമിക്സിന്റെ ഓർത്തഡോക്സ് പ്രിൻസിപ്പിൾസിനെയാണ് ക്ലാസിക്കൽ എക്കണോമിക്സ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഓർത്തഡോക്സ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? പഴയ ആശയങ്ങൾ അല്ലെങ്കിൽ പഴയ തത്വങ്ങളെയാണ് ക്ലാസിക്കൽ എക്കണോമിക്സ് എന്ന് പറയുന്നത്. ഇനി ആരൊക്കെയാണ് പ്രധാനപ്പെട്ട ക്ലാസിക്കൽ ഇക്കോണമിസ്റ്റുകൾ എന്ന് നോക്കാം. ഡേവിഡ് റിക്കാർഡോ, മാൽത്തസ്, സീനിയർ, ജെ.എസ്. മിൽ, ജെ.ബി. സേ ആൻഡ് എ.സി. പികു. ഇതാണ് ലീഡിംഗ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട ക്ലാസിക്കൽ ഇക്കോണമിസ്റ്റുകൾ. These economists believed that economies function better under free private initiative and private competition than under government control. ഇനി ക്ലാസിക്കൽ ഇക്കോണമിസ്റ്റുകളുടെ പ്രധാനപ്പെട്ട ആശയം അല്ലെങ്കിൽ ബിലീഫ് എന്താണെന്ന് നോക്കാം. അവരുടെ ഒരു വിശ്വാസം എന്തായിരുന്നു? ഗവൺമെൻറ് കൺട്രോളിൽ പ്രവർത്തിക്കുന്നതിനേക്കാൾ ബെറ്ററായിട്ട് ഒരു സമ്പദ് വ്യവസ്ഥയ്ക്ക് പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ പ്രവർത്തിക്കാൻ കഴിയും. അതുപോലെ തന്നെ ഫ്രീ പ്രൈവറ്റ് ഇനീഷ്യേറ്റീവിനകത്തും സമ്പദ് വ്യവസ്ഥയ്ക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് പ്രവർത്തിക്കാൻ കഴിയും. ദസ് ദേ ഫേവേർഡ് ദി പോളിസി ഓഫ് ലൈസസ് ഫെയർ. അതുകൊണ്ട് തന്നെ ക്ലാസിക്കൽ ഇക്കോണമിസ്റ്റുകൾ ലൈസസ് ഫെയർ പോളിസിനെ അംഗീകരിക്കുന്നവരാണ്. എന്താണ് ലൈസസ് ഫെയർ പോളിസി? ഗവൺമെൻറ് ഇൻ്റർവെൻഷനെ പരിമിതപ്പെടുത്തുന്ന നയങ്ങളെയാണ് ലൈസസ് ഫെയർ പോളിസി എന്ന് പറയുന്നത്. ഗവൺമെൻറ്റിൻ്റെ ഇടപെടലുകൾ വളരെ പരിമിതമായിരിക്കും. അടുത്ത ടോപ്പിക്കാണ് ദി ക്ലാസിക്കൽ റെവല്യൂഷൻ. The classical revolution refers to the intellectual shift during the late 18th and early 19th centuries when the ideas of classical economists replaced the earlier mercantilist doctrines. ഇനി എന്താണ് ക്ലാസിക്കൽ റെവല്യൂഷൻ? 18ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിനും 19ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലുമുണ്ടായ ഇൻ്റലക്ച്വൽ ഷിഫ്റ്റിനെയാണ് ക്ലാസിക്കൽ റെവല്യൂഷൻ എന്ന് പറയുന്നത്. ഇൻ്റലക്ച്വൽ ഷിഫ്റ്റ് മീൻസ് ആശയപരമായ മാറ്റം. അപ്പോൾ ക്ലാസിക്കൽ ഇക്കോണമിസ്റ്റുകളുടെ ആശയങ്ങൾ വന്നതിനെയാണ് ക്ലാസിക്കൽ റെവല്യൂഷൻ എന്ന് പറയുന്നത്. ക്ലാസിക്കൽ ഇക്കോണമിസ്റ്റുകൾക്ക് മുൻപ് സമ്പദ് വ്യവസ്ഥയിൽ ഉണ്ടായിരുന്ന ആശയങ്ങൾ അറിയപ്പെടുന്ന പേരാണ് മെർക്കൻലിസ്റ്റ് ഡോക്ട്രിൻസ്. ഈ മെർക്കൻലിസ്റ്റ് ഡോക്ട്രിൻസിന് പകരമായിട്ട് ക്ലാസിക്കൽ ഇക്കോണമിസ്റ്റുകൾ അവരുടെ ആശയങ്ങൾ നടപ്പിലാക്കിയതിനെയാണ് ക്ലാസിക്കൽ റെവല്യൂഷൻ എന്ന് പറയുന്നത്. ഇനി എന്താണ് മെർക്കൻറ്റിലിസം? Mercantilism is a theory that a country should encourage exports and discourage imports in order to increase its wealth. ഒരു രാജ്യം അവരുടെ സമ്പത്ത് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി കയറ്റുമതി പ്രോത്സാഹിപ്പിക്കുകയും ഇറക്കുമതി നിരുത്സാഹപ്പെടുത്തുകയും ചെയ്യണം എന്ന ഒരു കൺസെപ്റ്റിനെയാണ് മെർക്കൻറ്റിലിസം എന്ന് പറയുന്നത്. ഇനി എന്താണ് എക്സ്പോർട്ട്? ഒരു രാജ്യം മറ്റു രാജ്യങ്ങളിലേക്ക് സാധനങ്ങൾ കയറ്റി അയക്കുന്നു അല്ലെങ്കിൽ വിൽക്കുന്നതിനെയാണ് എക്സ്പോർട്ട് എന്ന് പറയുന്നത്. ഒരു രാജ്യം മറ്റ് വിദേശ രാജ്യങ്ങളിൽ നിന്ന് സാധനങ്ങൾ വാങ്ങുകയോ അല്ലെങ്കിൽ സാധനങ്ങൾ കൊണ്ടുവരികയോ ചെയ്യുന്നതിനെയാണ് ഇമ്പോർട്ട് എന്ന് പറയുന്നത്. മെർക്കൻലിസ്റ്റുകൾ പറയുന്നത് എക്സ്പോർട്ടിനെ പരമാവധി പ്രോത്സാഹിപ്പിക്കണം, അതുപോലെ ഇമ്പോർട്ട് പരമാവധി കുറയ്ക്കുകയും വേണം. ഇനി മെർക്കൻലിസ്റ്റുകളുടെ അഭിപ്രായത്തിൽ ഒരു രാജ്യത്തിൻ്റെ വെൽത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ദ വെൽത്ത് ഓഫ് എ നേഷൻ വാസ് കമ്പോസ്ഡ് ഓഫ് ദി പ്രഷ്യസ് മെറ്റൽസ് ഗോൾഡ് ആൻഡ് സിൽവർ. ഗോൾഡ്, സിൽവർ അതുപോലെയുള്ള മറ്റ് അമൂല്യമായ ലോഹങ്ങളെല്ലാം ചേർന്നതാണ് വെൽത്ത്. മെർക്കൻലിസ്റ്റ് അഡ്വക്കേറ്റഡ് ഫോർ ദി അക്യുമുലേഷൻ ഓഫ് ഗോൾഡ് ആൻഡ് സിൽവർ ആസ് ദ മെഷർ ഓഫ് ഇൻക്രീസിങ് എ നാഷൻസ് വെൽത്ത്. ഒരു രാജ്യത്തിൻ്റെ സമ്പത്ത് വർദ്ധിപ്പിക്കാനുള്ള പ്രധാനപ്പെട്ട മാർഗമാണ് ഗോൾഡ്, സിൽവർ എന്നിവയുടെ അക്യുമുലേഷൻ അല്ലെങ്കിൽ സ്വരൂപീകരണം വർദ്ധിപ്പിക്കുക എന്നത്. According to Mercantilist, the only way to accumulate gold and silver was to encourage exports and restrict imports. മെർക്കൻലിസ്റ്റുകളുടെ അഭിപ്രായത്തിൽ ഗോൾഡും സിൽവറും നേടിയെടുക്കാനുള്ള പ്രധാനപ്പെട്ട മാർഗമാണ് എക്സ്പോർട്ടുകളെ പ്രോത്സാഹിപ്പിക്കുക, അതുപോലെ തന്നെ ഇമ്പോർട്ടുകളെ നിയന്ത്രിക്കുക. To encourage a net inflow of gold and silver, the mercantilist advocated regulating international trade.
അപ്പോൾ ഗോൾഡിൻ്റെയും സിൽവറിൻ്റെയും ഒരു നെറ്റ് ഇൻഫ്ലോ എൻകറേജ് ചെയ്യുന്നതിന് വേണ്ടി പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി അന്താരാഷ്ട്ര വ്യാപാരത്തിനെ നിയന്ത്രിക്കണം എന്നാണ് മെർക്കന്റിലിസ്റ്റുകൾ അഭിപ്രായപ്പെട്ടിരുന്നത്. ക്ലാസിക്കൽ ഇക്കോണമിസ്റ്റ് എംഫസൈസ്ഡ് ദി പവർ ഓഫ് ഫ്രീ മാർക്കറ്റ്സ് ടു അച്ചീവ് എക്കണോമിക് ഗ്രോത്ത് ആൻഡ് ഫുൾ എംപ്ലോയ്മെൻറ്റ്. ഇനി ക്ലാസിക്കൽ ഇക്കോണമിസ്റ്റുകളുടെ ആശയങ്ങൾ നോക്കാം. ഫുൾ എംപ്ലോയ്മെൻറ്റ്, എക്കണോമിക് ഗ്രോത്ത് എന്നിവ നേടിയെടുക്കുന്നതിൽ ഒരു ഫ്രീ മാർക്കറ്റിനുണ്ടാകുന്ന ശക്തിക്കാണ് ക്ലാസിക്കൽ ഇക്കോണമിസ്റ്റുകൾ കൂടുതൽ പ്രാധാന്യം നൽകിയത്. It was a revolution because it fundamentally changed how economists and policymakers viewed production, distribution, trade and role of government in the economy. This revolution laid the foundation for modern capitalist economies. മെർക്കന്റിലിസത്തിൽ നിന്ന് ക്ലാസിക്കൽ ആശയങ്ങളിലേക്കുള്ള ഈ മാറ്റത്തിന് എന്തുകൊണ്ടാണ് റവല്യൂഷൻ എന്ന് വിളിച്ചത്? പ്രൊഡക്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ, ട്രേഡ്, സമ്പദ് വ്യവസ്ഥയിലെ ഗവൺമെന്റിന്റെ പങ്ക് എന്നിവയെക്കുറിച്ച് ഇക്കോണമിസ്റ്റുകൾക്കും പോളിസി മേക്കേഴ്സിനും ഉണ്ടായിരുന്ന ആ ഒരു ചിന്താഗതിയെ മാറ്റാൻ ക്ലാസിക്കൽ ആശയങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. മോഡേൺ ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമീസിന്റെ, അതായത് ആധുനിക മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയ്ക്ക് അടിത്തറ നൽകിയത് ക്ലാസിക്കൽ റവല്യൂഷനാണ്. Classical economics was based on the assumption that the economy remained continuously at full employment and that departures from this were strictly temporary. ക്ലാസിക്കൽ ഇക്കണോമിക്സിന്റെ പ്രധാനപ്പെട്ട അസംഷൻ എന്താണ്? ഒരു സമ്പദ് വ്യവസ്ഥ എല്ലായ്പ്പോഴും ഫുൾ എംപ്ലോയ്മെന്റ് അല്ലെങ്കിൽ പൂർണ്ണ തൊഴിലാവസ്ഥയിൽ ആയിരിക്കും. ഈ ഫുൾ എംപ്ലോയ്മെന്റിൽ നിന്നുള്ള മാറ്റം എന്ന് പറയുന്നത് താൽക്കാലികം മാത്രമാണ്. It argued that the automatic forces of competitive markets would carry the actual level of output back to the full employment level. സമ്പദ് വ്യവസ്ഥയിൽ ഫുൾ എംപ്ലോയ്മെന്റിന് ഏതെങ്കിലും തരത്തിൽ ഒരു വേരിയേഷൻ വന്നു കഴിഞ്ഞാൽ കോമ്പറ്റേറ്റീവ് മാർക്കറ്റിനകത്ത് പ്രവർത്തിക്കുന്ന ഓട്ടോമാറ്റിക് ഫോഴ്സസ് അതിനെ ആ ഉൽപ്പന്നത്തെ വീണ്ടും എന്ത് തന്നെ ചെയ്യുന്നു? ഫുൾ എംപ്ലോയ്മെന്റിലേക്ക് തിരിച്ചെത്തിക്കുന്നു. ഇവിടെ ഓട്ടോമാറ്റിക് ഫോഴ്സസ് എന്ന് പറയുന്നത് ഡിമാൻഡ് സപ്ലൈ ആണ്. അപ്പോൾ ഇക്വിലിബ്രിയത്തിൽ അല്ലെങ്കിൽ ഫുൾ എംപ്ലോയ്മെന്റിൽ എന്തെങ്കിലും തരത്തിലൊരു വ്യതിയാനം ഉണ്ടാവുകയാണെങ്കിൽ ഡിമാൻഡ് സപ്ലൈയും ചേർന്ന് വീണ്ടും സമ്പദ് വ്യവസ്ഥയെ ഫുൾ എംപ്ലോയ്മെന്റിലേക്ക് തന്നെ എത്തിക്കുന്നു. The classical school attributes the emergence of unemployment to interference by the government with the free play of market forces. മാർക്കറ്റ് ഫോഴ്സസിന്റെ സ്വതന്ത്രമായ പ്രവർത്തനത്തിൽ ഗവൺമെന്റിന്റെ ഇടപെടലുകൾ ഉണ്ടാകുമ്പോഴാണ് അൺഎംപ്ലോയ്മെന്റ് ഉണ്ടാകുന്നത് എന്നാണ് ക്ലാസിക്കൽ ഇക്കോണമിസ്റ്റുകൾ വിശ്വസിക്കുന്നത്. The social policy which guarantees full employment is laissez-faire. അപ്പോൾ ഫുൾ എംപ്ലോയ്മെന്റിന് ഉറപ്പ് നൽകുന്ന സോഷ്യൽ പോളിസി അല്ലെങ്കിൽ സാമൂഹിക നയമാണ് laissez-faire. The main policy conclusion of the classical economist was that government intervention to regulate the economy was unnecessary and brought about distortions. അപ്പോൾ ക്ലാസിക്കൽ ഇക്കോണമിസ്റ്റുകളുടെ പ്രധാനപ്പെട്ട കൺക്ലൂഷൻ എന്താണ്? ഒരു സമ്പദ് വ്യവസ്ഥയെ ഗവൺമെന്റ് ഇടപെടൽ ആവശ്യമായിട്ട് വരുന്നില്ല, അതെന്താണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിന് കാരണമാകുന്നു. The mercantilist advocated the policy of protectionism, whereas the classical economist favored the policy of free trade. ഇപ്പോൾ മെർക്കന്റിലിസ്റ്റ് ഇക്കോണമിസ്റ്റുകൾ അഡ്വക്കേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അനുകൂലിക്കുന്ന ഒരു പോളിസി എന്ന് പറയുന്നത് പ്രൊട്ടക്ഷനിസം ആണ്. പക്ഷേ ക്ലാസിക്കൽ ഇക്കോണമിസ്റ്റുകൾ അനുകൂലിക്കുന്നത് ഫ്രീ ട്രേഡ് പോളിസിനെ ആണ്. അടുത്ത ടോപ്പിക്കാണ് എലമെന്റ്സ് ഓഫ് ദി ക്ലാസിക്കൽ മോഡൽ. ക്ലാസിക്കൽ മോഡലിന്റെ പ്രധാനപ്പെട്ട എലമെന്റ്സ് അല്ലെങ്കിൽ ഘടകങ്ങൾ ഏതൊക്കെയാണ്? The following are the important elements of the classical model. The first three elements are called the three pillars of the classical system. ഇപ്പോൾ ക്ലാസിക്കൽ മോഡലിന് പ്രധാനമായിട്ട് 5 ഘടകങ്ങളാണ് ഉള്ളത്. അതിൽ ആദ്യത്തെ 3 ഘടകങ്ങളെയാണ് 3 പില്ലേഴ്സ് ഓഫ് ക്ലാസിക്കൽ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട എലമെന്റ്സ്? 1 ഫുൾ എംപ്ലോയ്മെന്റ്, 2 സെയ്സ് ലോ ഓഫ് മാർക്കറ്റ്, 3 വേജ് പ്രൈസ് ഫ്ലെക്സിബിലിറ്റി, 4 ദ ക്വാണ്ടിറ്റി തിയറി ഓഫ് മണി, 5 ദ റിയൽ തിയറി ഓഫ് ഇൻട്രസ്റ്റ്. നമുക്ക് ഓരോ എലമെന്റ്സും എന്താണെന്നുള്ളത് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം.